60+ അറ്റ് ബ്രിജി KT കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് കന്നഡ വിഭവങ്ങളാണ്, കന്നഡ അടികെ. ഒന്ന് അത് എണ്ണ ബദനെക്കായ് എന്ന് പറയും, അത് വഴുതനങ്ങ കൊണ്ടുള്ളൊരു കറി. പിന്നെ ഒന്ന് മെന്ത്യ സൊപ്പു പല്യ എന്ന് വെച്ചാൽ ഉലുവയുടെ ഇല കൊണ്ടുള്ളൊരു തോരൻ. കന്നഡക്കാർ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചീര ഉപയോഗിക്കും. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഉലുവ മുളച്ചതാണ്, നമുക്കത് വേരോടുകൂടി വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട്, അപ്പോൾ ഇതിന് ചീരയുടെ ഉപയോഗിക്കുന്ന പോലെ ഒരുപാട് ഇങ്ങനെ വലിയ തണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ഇലകളായിട്ട്, തീരെ ഒറ്റ ഇലയൊന്നും പൊട്ടിക്കണ്ട. മുരിങ്ങയൊക്കെ എടുക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടില്ല. അതിൻ്റെ അത് കുറച്ച് തണ്ടില്ലാതെ. പിന്നെ മെന്ത്യ സൊപ്പ് പല്ലിലേക്ക് വലിയ പ്രിപ്പറേഷനൊന്നുമില്ല. ഒരു ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് നിലക്കടല നമ്മൾ തൊലി കളഞ്ഞിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തത്. ഇതിൽ നാളികേരമില്ല കേട്ടോ. നാളികേരം നമ്മുടെ ഇപ്പോൾ സാധാരണ പിന്നെ ഈ ചീരയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും അധികം ഇലയേക്കാളധികം നാളികേരമാണ്. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അങ്ങനെ കൂടുതൽ സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ കുറച്ച് ഒഴിക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ കടലെണ്ണ. ഇവിടെ എല്ലാവരും കടലെണ്ണയാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളതിൽ കുറച്ച്, നമ്മൾ സാധാരണ ചീര ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കടുകിട്ടു. കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ പൊട്ടുന്നുണ്ട്. അങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മളതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി, കന്നഡക്കാർ പറഞ്ഞുള്ള ഉള്ളി ഇട്ടു. പതുക്കെ നമ്മൾ വഴറ്റണം. വേണമെങ്കിൽ ഒരു തരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും, അല്ലെങ്കിൽ അധികം സമയമൊന്നും എടുക്കില്ല. ഹൈ ഫയറിലൊന്നും ഇടണമെന്നൊന്നുമില്ല. അതുപോലെ വഴറ്റി വരുന്നുണ്ട്. നമ്മളിതിൽ വാസ്തവത്തിൽ കരിവേപ്പില ഇടണമെന്നില്ല, കാരണം ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കരിവേപ്പില ഇല്ലെങ്കിലും സാരമില്ല. 2 മണി ജീരകം ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച്, ഞാൻ അധികമൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയല്ല, മല്ലിയുടെ ഇല, മെന്ത്യ സൊപ്പു, അത് നമ്മൾ ഇട്ടു. കുറച്ച് ഉപ്പിടണം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന അത്ര ചീരയൊന്നും വെന്ത് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് വേണം ഇടാൻ. പിന്നെ സാധാരണ ചീരകൾ ഏത് കയ്പുള്ളതിന് എന്തോ ഒരു ചെറിയ വിഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മൂടി വെക്കരുത്. ഇങ്ങനെ ഒതുക്കി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അതിങ്ങനെ കൂട്ടി വെച്ചാൽ മതി. അതങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇതെല്ലാം അങ്ങനെ ഫോൾഡ് ചെയ്തതിൻ്റെ അങ്ങനെ വെച്ചാൽ മതി. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് അതിൻ്റെ കുക്കിങ് അതിൽ നിന്ന് വൃത്തിയായിട്ട് വേവുന്നത് വരും. വാസ്തവത്തിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ല. വേറെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളതിൽ പിന്നെ മെന്ത്യ പൊറോട്ട ഒക്കെ ഉണ്ടാക്കും. അതിനകത്ത് വെച്ച് സ്റ്റഫ് ചെയ്തിട്ടുള്ള ചപ്പാത്തി പോലെ പരത്തി, അങ്ങനെയൊക്കെ. അതും നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഏകദേശം ആയി. നല്ലൊരു മണം വരും ഇതിന്. എന്തൊരു നല്ല മണം എന്നറിയാം. അപ്പോൾ കയ്പ്പ് തീരെ പറ്റാത്ത ആളുകൾ ഒരു 2-3 സ്പൂൺ പാലൊഴിക്കണം. തീരെ കയ്പ്പ് പറ്റാത്തത് പാലൊഴിച്ചിങ്ങനെ ബാക്കി ഒന്നും കൂടെ ഇടണ്ട് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഒട്ടും കയ്പ്പുണ്ടാവില്ല. കയ്പ്പ് കുറച്ചൊക്കെ നമുക്കിപ്പോൾ മുരിങ്ങയിലയുടെയൊക്കെ കയ്പ്പ് ഇഷ്ടമുള്ളൊരു പാലൊഴിക്കണമെന്നില്ല. അല്ലാത്തവർ പാലൊഴിച്ച് അങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. എല്ലാം തീർത്തും വറ്റി എല്ലാ ഇതും നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആയി. ഈ സമയത്ത് നമ്മൾ കുറച്ച് നിലക്കടല നേരത്തെ കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് വെച്ചത്. ഇത് ഞാൻ ഒരുപാട് ക്രഷ് ചെയ്യില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒന്ന് കടിക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് ഒരുപാട് ഞാൻ കുറച്ച് ഇഷ്ടമുള്ളത്ര ഇടാം. നിലക്കടല കഴിക്കാൻ പറ്റുമല്ലോ നമുക്ക് പറ്റുന്നവർക്ക്. പിന്നെ അത് അങ്ങനെ ആരോഗ്യത്തിനൊന്നും കുഴപ്പമില്ലാത്തതല്ലോ. എല്ലാവരും ഗ്യാസ് എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ എനിക്കത് ഇഷ്ടമാണ് കുറച്ച് കടിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ഒന്നും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റി
എന്നിട്ട് നമുക്ക് അതിൽ മേലെ പിന്നെ കടല ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി അതിൻ്റെ മേലെ ഇങ്ങനെ കടല ഇടാം. നല്ല ടേസ്റ്റാണ്. എത്ര ഇട്ടാലും കഴിക്കാൻ കുഴപ്പമില്ലാത്തവർക്ക്, പല്ലുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആരോഗ്യത്തിന് നല്ലതാണ്. കൂടുതൽ എണ്ണയോ അങ്ങനെയൊന്നും ഒന്നുമില്ല. ചീര എപ്പോഴും നല്ലതാണല്ലോ, എല്ലാവിധ ചീരകളും.